കൃപയുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് കൃപയുടെ വസ്ത്രമാണ് ആദമിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു പോയത്. കൃപയുടെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പരാതികളായിരുന്നു. ഇപ്പോൾ കുടുംബജീവിതത്തിൽ പരാതിയുള്ളവർ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് പരാതിയാണെങ്കിൽ കൃപ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണത്. ദൈവകൃപ ചോർന്നു പോയതിൻ്റെ ലക്ഷണമാണ്. സത്യത്തിൽ കൃപ ലഭിച്ചവൻ്റെ കുടുംബജീവിതമാണ് മറിയവും ജോസഫും. അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് പ്രത്യേകിച്ച് മേന്മയൊന്നും പറയാനില്ല. ഒരു കന്യക, പ്രായം കുറഞ്ഞൊരു കൊച്ച് ദേവാലയത്തിൽ താമസിക്കുന്നു. കർത്താവിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവളെ സംരക്ഷിക്കുക. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം ഒന്ന്, ഭാര്യയെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സൈക്കോളജിയും സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: എൻ്റെ ഭർത്താവാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ജീവിത പങ്കാളി, ഒരു ഭാര്യ, അമ്മായിയപ്പൻ ദേഷ്യപ്പെട്ടു, അമ്മായിയമ്മ കുറ്റം പറഞ്ഞു, ഇത് കണ്ടിട്ട് ഭർത്താവ് മിണ്ടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക, അമ്മയെ പേടിച്ച് ജീവിക്കുക, ഇതാണ് ഒരു ജീവിത പങ്കാളിയുടെ ഏറ്റവും വലിയ വേദന. കാരണം നീ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു റൂമിൽ കിടക്കുകയാണ്. രാത്രി കള്ളം വന്നെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി, ഭർത്താവിന് മനസ്സിലായി. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എടീ കള്ളം വന്നെന്നാണ് തോന്നുന്നേ. അപ്പോൾ ഉടൻ തന്നെ ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് നോക്ക മനുഷ്യ എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവ് ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ കട്ടലിൻ്റെ അടിയിൽ പോയിരുന്നു. എന്നെ സംഭവിക്കും? പിന്നെ ആ ഭാര്യയുടെ ഗതി എന്തായിരിക്കും? നിങ്ങൾക്ക് ചിരി തോന്നിയില്ലേ? ഇതാണ് നിങ്ങൾ കുടുംബത്തിന് വിവാഹം കഴിച്ച് ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഭാര്യയെ അമ്മായപ്പൻ, അമ്മായിയമ്മ, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ കമൻറ്റ് പറയുകയും കുറ്റപ്പെടുത്തുകയും ഡീഗ്രേഡ് ചെയ്യുമ്പോൾ മിക്കവാറും ബോധമുള്ള മിടുക്കന്മാരായ ഭർത്താക്കന്മാർ കട്ടൻ്റെ അടിയിൽ പോയിരിക്കും. എന്താ കാര്യം? കള്ളം വന്ന് അവളെ കൊണ്ടായാൽ എനിക്കിനി വേറെ കെട്ടാലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കും. ഈ 10-22 വർഷത്തെ കുടുംബജീവിതത്തിൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും അടിസ്ഥാനത്തിൽ പല പ്രശ്നം ഉണ്ടാകുന്ന പല പ്രതിസന്ധിയായിട്ട് വരുന്ന ജീവിത പങ്കാളികളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സഹോദരിമാരോട് ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ നിന്നെ വ്യഭിചാരി എന്നോ, സൗന്ദര്യം ഇല്ലെന്നോ, അല്ലെങ്കിൽ കാണാൻ കൊള്ളൂലെന്നോ, സ്ത്രീധനം കൊണ്ടുവന്നില്ലെന്നോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഔദാര്യത്തിൽ പറ്റുകയാണെന്നോ പറയാവുന്ന ഡയലോഗുകളൊന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും കുടുംബത്തിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിത പങ്കാളിയെ തന്നോട് ചേർത്ത് പിടിച്ച് കൈകൊണ്ടൊന്ന് ആശ്വസിപ്പിച്ച്, സാരമില്ലടി, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞു തീരേണ്ട അതിനു മുമ്പ് ആ പെണ്ണുമ്പിള കരയാൻ തുടങ്ങും. വലിയ കംപ്ലൈൻറ്റുമായി വന്ന പെണ്ണുമ്പിള്ള, ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനമെടുത്ത പെണ്ണുമ്പിള്ളയോട് ഞാൻ ചോദിക്കും, ഈ ഒരൊറ്റ കാര്യം മതിയോ? എൻ്റെ അച്ഛോ ഇത്രയും മതി, എന്നെ ഈ മനുഷ്യനൊന്ന് മനസ്സിലാക്കിയാൽ മതി. സംരക്ഷണ ഉത്തരവാദിത്വമാണ് ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സംരക്ഷണം നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം, അപ്പം മരിച്ചു കഴിയുമ്പോൾ മക്കൾ അനാഥരായി തീരുമെന്നാണ് പറയുന്നത്. വേലി പൊളിഞ്ഞു കഴിയുമ്പോൾ കന്നുകൾ പുറത്തേക്ക് ചാടുമെന്നാണ് പറയുന്നത്. അണ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. സംരക്ഷണം നഷ്ടപ്പെട്ട ഭാര്യയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. സംരക്ഷണമുണ്ടെങ്കിൽ അവൾ വേലിയുടെ അകത്ത് തന്നെ നിൽക്കും. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ അവൾ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ കൃപയുള്ള കുടുംബത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. കൃപ ജോസഫിനും മറിയത്തിനും ഉണ്ടായിരുന്നു. ഈ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഓട്ടങ്ങൾ നടക്കുന്നുണ്ട്. ബെത്ലഹേമിൽ പോകുന്നുണ്ട്, കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്നുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്, വീണ്ടും മിസ്രൈമിൽ വന്ന് ജീവിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരു പരാതിയും മറിയത്തിന് ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം കൃപയുള്ള ഭാര്യയായിരുന്നു. ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, ഞാൻ അന്ന് ലേബർ റൂമിൽ കയറിയപ്പോൾ നിങ്ങൾ വന്നായിരുന്നു, സാരി കൊണ്ട് അമ്മ വന്നായിരുന്നു, നിങ്ങളുടെ വീട്ടുകാർ വന്നായിരുന്നു. ഇങ്ങനെ പരാതി ഇങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ കാര്യം. കുടുംബജീവിതത്തിന് വേണ്ടത് കൃപയാണ്. കൃപയുള്ളവനാണ് കുടുംബജീവിതം ഫലപ്രദമായിട്ട് അതാ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം.
1 പത്രോസ് 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അപ്പോൾ നമ്മൾ കുടുംബത്തിന് വിവാഹ കൂദാശയിൽ നമ്മൾ പരിശോധിച്ചു. കുടുംബജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും വരൻ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ വിളിക്ക് യോഗ്യരല്ലെന്നും കൃപയാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്നും യേശു മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബജീവിതം നമ്മൾ ആരംഭിച്ചത്. ഇനി ഈ കുടുംബബന്ധം എങ്ങനെയായിരിക്കണമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ ശ്ലീഹായുടെ വായനയിലൂടെ നമ്മളെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത കുരിശിലൂടെ സഭയെ വിശുദ്ധീകരിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ വിശുദ്ധീകരിക്കണം. അതുപോലെ ഭാര്യമാർ ക്രിസ്തുവിന് സഭ വിധേയപ്പെടുന്നത് പോലെ വിധേയപ്പെടണം. അങ്ങനെയാണെങ്കിൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്, കുടുംബജീവിതത്തിൽ എന്തിനാണ് ഭാര്യയും ഭർത്താവും ദൗത്യം ഏൽപ്പിക്കുന്നത്? ഇവിടെ 1-ാമത്തെ ദൗത്യം പറയുകയാണ്, ഭാര്യമാരെ, നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ആ വ്യക്തി വചനമനുസരിക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല, ദൈവത്തെ വിശ്വാസമില്ല, സ്നേഹം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ്, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, എല്ലാ മ്ലേച്ഛതകളുമുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ അവനെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ. നിങ്ങളുടെ പെരുമാറ്റം ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. മറിയം കൂടുതൽ പ്രസംഗിച്ചിട്ടില്ല, മറിയം കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ അമ്മ എന്നാണ് അവളെ വിളിക്കപ്പെടുന്നത്. കാര്യം എന്നറിയാമോ? അവളുടെ പെരുമാറ്റം സഭയുടെ മാനസാന്തരത്തിന്, സഭയുടെ വിശുദ്ധീകരണത്തിന് ഇടയായി തീർന്നു. ഇതുപോലെയാണ് ഓരോ സ്ത്രീയും മറിയത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. സഭയുടെ സ്ഥാനത്ത് സഭയുടെ മക്കൾ വിശുദ്ധരാകുന്ന പോലെ, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പുരുഷന്മാർ നിൽക്കുന്നത് പോലെ മക്കൾ വിശുദ്ധരാകാൻ വേണ്ടി എന്തു ചെയ്യണം? വിധേയത്വം എന്ന് പറയുന്ന കൃപയിൽ സ്ത്രീകൾ നിൽക്കണം. ഈ വിധേയത്വം എന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? സ്നേഹമുള്ളവരെ, വിധേയത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതിനല്ല വിധേയത്വം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൻ്റെ വിധേയത്വം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ സഹോദരിമാർ പഠിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബജീവിതം രക്ഷപ്പെടും. 4 കാര്യം ഇന്ന് ബൈഹാർട്ട് പഠിച്ചോ, കുടുംബജീവിതം രക്ഷപ്പെട്ടു. 1-ാമത്തെ കാര്യം, വിധേയമുള്ളവരായിരിക്കണം. വായിച്ചോ, 1-ാമത്തെ കാര്യം വായിച്ചേ. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ പെരുമാറ്റം. ഒന്ന് പറഞ്ഞ സഹോദരിമാരെ, 1 ആദരവ്. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ആദരിക്കണം. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ആദരവ്. നിൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടാത്തതിൻ്റെ അടിസ്ഥാന കാരണം നിൻ്റെ ഭർത്താവിനോട് നിനക്കിപ്പോൾ ബഹുമാനമില്ല. പണ്ടുണ്ടായിരുന്ന ബഹുമാനം ഇപ്പോൾ ഉണ്ടോ? പറ്റിയ സാധനം ഇപ്പോഴല്ലേ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടണമെങ്കിൽ യു റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്. ഇതാണ് 1-ാമത്തെ കാര്യം. പിന്നെ 2-ാമത്തെ കാര്യം എന്താണ്? എന്താ ഈ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ? 7 മക്കളുണ്ടേ എനിക്ക്, നിങ്ങൾക്കല്ല, എനിക്ക്. അന്നേരമാണ് ഇപ്പോൾ ഇന്ന് ക്ലാസ് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഒരുത്തി ഇങ്ങനെ പുറമേ കൂടെ ഇങ്ങനെ പമ്മി അവിടെ വാതൊക്കെ വന്ന് നിൽക്കുക, ഏറ്റ ഇളയോട്. ഞാൻ പ്രസംഗിക്കാൻ നേരത്തെ എനിക്ക് പുറത്ത് പോകാനും പറ്റുന്നില്ല എന്ന കാര്യം പറയുകയും വേണം. കണ്ണുരുട്ടിയിട്ട് പറഞ്ഞു, എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഞാൻ ശരിയാക്കി പൊടി കൊടുന്നു. ഞാനീ കാണിച്ചത് അവൾക്ക് മനസ്സിലായി. അവളൊരു പോക്ക് പോയി. ഞാൻ വീട്ടിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്തു ചെയ്യുന്നു? അച്ചോ എന്ന് പറഞ്ഞ് അവൾ ഓടി വരും. അല്ലെങ്കിൽ അവൾ കുറച്ച് കഴിയുമ്പോൾ അവൾ പുറത്ത് വന്നിട്ട് ചോദിക്കും, അച്ഛൻ പരിപാടി കഴിഞ്ഞു നോക്കിയിട്ട് വരും. അതാണ് കുഞ്ഞിൻ്റെ പ്രത്യേകത. എന്നാൽ എൻ്റെ ഭാര്യയാണ് ഈ വഴി പോകുന്നതെങ്കിൽ ഇനി അവളോടെങ്ങാനും ഇങ്ങനെ കാണിച്ചെങ്കിൽ അന്ന് എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഇത് കല്യാണം കഴിഞ്ഞ അന്ന് ഇലയിൽ വീണ് ഈച്ചയുടെ കണക്ക് വരെ നമുക്കറിയാം. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന കാലം തൊട്ട് അമ്മ പറഞ്ഞതും അപ്പം പറഞ്ഞതും മുഴുവൻ നമുക്ക് ഓർമ്മയുണ്ട്. സാമ്പാറും കൂടും എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, ഭർത്താവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെയാണെന്ന് അറിയത്തില്ല, എന്നാൽ കറണ്ട് ബില്ല് അടയ്ക്കണമെന്ന് നമുക്കറിയത്തില്ല, ഫോൺ ബില്ല് എവിടെയാണ് നമ്മൾ മറന്നുപോയി, മോളുടെ ഫീസ് കിട്ടുന്ന കാര്യം നമ്മളെന്ത് ചെയ്തു? മറന്നുപോയി. എന്നാൽ
അമ്മായിയമ്മ തെറി പറഞ്ഞതും പറഞ്ഞ വാക്കും വെള്ളം കോരി ഒഴിച്ചതും ചൂടുവെള്ളം പകർന്നതും കൃത്യം നമ്മൾ ഡേറ്റ് സമയം അതിൻ്റെ പഞ്ചടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയി, ഇന്നസെൻസ് നഷ്ടപ്പെട്ടു പോയി. പ്രേമിക്കാൻ നേരത്തും കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞാൽ സാരമില്ല, ഞാനങ്ങ് മറന്നു, ക്ഷമിച്ചോ കേട്ടോ, ക്ഷമിച്ചു, സോറി ഡാ എന്ന് പറഞ്ഞാൽ തീർന്നിടാ. ഇപ്പം അങ്ങനെയാണോ? ഡാ പറഞ്ഞ് ഇപ്പം ചെലവത്തൊടിയായിട്ടാ വന്നുകൊണ്ട് കിടക്കണേ. നിഷ്കളങ്കത നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം. ഒരു ബഹുമാനമില്ല. അപ്പുറത്തെ മത്തായി ചേട്ടനെക്കുറിച്ചും പള്ളിയിലച്ഛനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും എത്രയും ബഹുമാനപ്പെട്ട റെസ്പെക്റ്റഡ് റവറൻ്റ് എന്നൊക്കെ പറയും. കെട്ടിയവനെക്കുറിച്ച് പറയുമ്പോൾ ഡാഷ് 2 ബ്രാക്കറ്റ്. അത്രയേ ഉള്ളൂ. അതാണ് ഈ കുടുംബജീവൻ തകരാനുള്ള കാരണം. നാട്ടുകാരുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണ്ട, നിൻ്റെ ഭർത്താവിനെ നീ ബഹുമാനിക്കുക. കൂദാശയെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോരുത്തരും അവനവൻ്റെ ഭാര്യമാരോടും അവനവൻ്റെ ഭർത്താക്കന്മാരോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് പറഞ്ഞേ. മൊത്തം ഹോൾസെയിലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ കാര്യം, ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. അപ്പോൾ ഒരു സഹോദരിയുടെ കുടുംബജീവിതത്തിലേക്ക് വിളിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് തൊലിനിറമല്ല, ഡ്രസ്സിൻ്റെ മേന്മകളല്ല, ധരിച്ച സ്വർണത്തിൻ്റെ അളവല്ല. എൻ്റെ അപ്പം കൊണ്ടുവന്ന അലമാരി എന്തി, എൻ്റെ അപ്പം തന്ന സ്വർണ്ണം എന്തിയെന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നടപ്പുണ്ടെങ്കിൽ സഹോദരി, നിനക്ക് സ്വർണത്തിൻ്റെ അത്രേ വിലയുള്ളൂന്ന്. കർത്താവ് പറയുക, മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറയുമ്പോഴാണ് അരപ്പവൻ മാധുരം എൻ്റെ അപ്പനും അമ്മയും അറിയാതെ പണയം വെച്ചതിൻ്റെ കണക്കിന് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം തന്നേക്കാൾ വലുത് തൻ്റെ സ്വർണ്ണമാണ്, തൻ്റെ തൊലിനിറമാണ്, തൻ്റെ സാരിയാണ്, തൻ്റെ ഡ്രസ്സാണ്, താനെന്തോ ആണ് ഈ ഭാവം. നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ? ഇത്രയൊക്കെ മതി നമ്മുടെ ഭാര്യമാരിലെ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പെണ്ണ് കെട്ടാൻ നേരത്ത് ഓർക്കേണ്ട ചില നിബന്ധനകൾ പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടേ പോകാവുള്ളൂ. സ്ത്രീധനത്തിന് വേണ്ടി പെണ്ണ് കെട്ടരുത്. ഇത് കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിൾ എഴുതിയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയുടെ സൗന്ദര്യം നോക്കി കുടുങ്ങി പോകരുത്. സ്ത്രീയുടെ സൗന്ദര്യം നോക്കി, ബാക്കി പറ, കുടുങ്ങി പോകരുത്. സ്ത്രീധനം നോക്കി അവളെ പെണ്ണ് കെട്ടരുത്. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റും അറേഞ്ച്മെൻറ്റും തീർക്കാനുള്ള പണിയല്ല കുടുംബജീവിതം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ. എൻ്റെ പൊന്നെ, ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവ സന്നിധിയിലുള്ള, എവിടെയുള്ളതാ? ഈ ഒരു വചനം മാത്രം നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മതി നിങ്ങളുടെ കുടുംബജീവിതം തീരാൻ. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഭർത്താവ് ഇടഞ്ഞാൽ ഏതാണ്ട് ഹിസ്റ്റീരിയ ബാധിച്ച പോലെ കിടന്നിങ്ങനെ വിറഞ്ഞു തുള്ളുന്ന കാണും. ഈ തുള്ളൽ കാണുമ്പോൾ തന്നെ കിട്ടിയും പറയും, ഒടുക്കത്തെ വരാൻ നിൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്കും ഞാനില്ല, നിൻ്റെ പള്ളിയിലേക്കും ഞാനില്ല, എന്നാ കേട്ടിട്ട് വന്നിട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുള്ളാനൊട്ട കാര്യമുള്ളൂ. സൗമ്യതയും ശാന്തതയും എന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകാൻ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ പെരുമാറുമ്പോഴുണ്ടാകുന്നത്. ചില സമയത്ത് ഏറ്റവും ബഹുമാനത്തോടു കൂടി ഭാര്യ അച്ചോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്ത് കാര്യം നേടാനാണ്? ഡ്രസ്സാണോ വാങ്ങിത്തരേണ്ടത് അതോ ഫുഡാണോ വാങ്ങിത്തരേണ്ടത്? അവൾക്കും കാര്യം മനസ്സിലായി, എനിക്കും കാര്യം മനസ്സിലായി. ദൈവസന്നിധിയിലാണ് സൗമ്യതയും ശാന്തതയും ഇരിക്കുന്നത്. എവിടെയാ? ദൈവസന്നിധി. നിനക്ക് എളിമയുണ്ടോ? നിനക്ക് ദൈവഭയമുണ്ടോ? നീ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് ദൈവത്തിൽ ആശ്രയബോധമുണ്ടോ? നീ വിശ്വാസിയെന്ന് പറഞ്ഞ് ഈ പുറമേ കാണിക്കുന്ന ഈ തട്ടും പരിപാടിയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നീ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ സമാജംകാരി ആയതുകൊണ്ടും കാര്യമൊന്നുമില്ല, സൺഡേ സ്കൂൾ അധ്യാപിക ആയതുകൊണ്ടും കാര്യമില്ല, പള്ളി കമ്മിറ്റിക്കാരി ആയതുകൊണ്ടും കാര്യമില്ല, നാട്ടിലെ ഏത് സംഘടനയുടെ പ്രസിഡൻ്റ് ആയിട്ടും കാര്യമില്ല. നിനക്ക് ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ദൈവസന്നിധിയിലാണ് എളിമയും സൗമ്യതയും ഉള്ളത്. ആ 2 വചനമാണ് പറഞ്ഞത്, സൗമ്യത, ശാന്തത. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ കടന്ന് തുള്ളുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, നിനക്ക് കർത്താവിനെയൊന്നും ഒരു വിശ്വാസമില്ല.
കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ഞാനാരാ? ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ദൈവത്തെ വിശ്വാസമുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇത് കണ്ട് പിന്നെ തുള്ളാൻ നിൽക്കുമോ? പറച്ചിൽ കേട്ട എൻ്റെ പൊന്നോ, ഞാൻ മാതാവിൻ്റെ സ്വന്തം, അപ്പോസ്തലന്മാരുടെ സ്വന്തം, ഗീവറുകൾ സാധാരണ സ്വന്തം, കെട്ടിയോൻ പോലെ അറിയാതെ പള്ളിക്ക് കാശ് കൊടുക്കുന്നു. ഈ പണി തന്നെ ആദ്യം നിർത്തണം. കെട്ടിയോൻ അറിയാതെ കാശ് കൊടുക്കരുത്, മോഷണമാണത്. എന്തെല്ലാം ഭക്താഭ്യാസങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടണമെന്നറിയാമോ? എന്നാൽ കെട്ടിയോനെ കാണുമ്പോഴോ ശാന്തതയും പോയി, സൗമ്യതയും പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്, കുടുംബജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വേണം. ഇതൊരു കൂദാശയാണ്, ഇതൊരു എഗ്രിമെൻ്റ് അല്ല. ലോകം കാണുന്നത് പോലെ ആണും പെണ്ണും ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചോളാൻ പറയുന്ന ഇതൊരു എഗ്രിമെൻ്റ് അല്ല, ഇതൊരു സേക്രമെൻ്റാണ്. അതിന് ദൈവസന്നിധിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ 4 കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചു. ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, സൗമ്യതയുള്ളവരാകുക, ശാന്തതയുള്ളവരാകുക. ഇത് വേണ്ടത് ഭർത്താവിൻ്റെ ഇടയ്ക്കാണ് ശാന്തയാവേണ്ടത്. ശാന്തത, സൗമ്യത. നമ്മൾ ഈ ആണുങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇവർക്ക് ഈ 4 കാര്യം പറഞ്ഞു കൊടുത്താലാണ് അവരുടെ കാര്യം നന്നാവുള്ളൂ. നമുക്ക് ഒറ്റ കാര്യം മതി. നമ്മുടെ കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ പൊന്നെ, ബൈബിൾ വായിക്കണം. ആണുങ്ങളെ പോലെ ഭാഗ്യവാന്മാർ നമുക്ക് ഒത്തിരിയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ 1 പത്രോസ് 1 മുതൽ 7 വരെയാണ് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതം നന്നാക്കാനുള്ള ടിപ്സുകൾ. അതിൽ 1 തൊട്ട് 6 വരെ സ്ത്രീകൾക്കുള്ള ടിപ്സാണ്. 7ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോളേ. 1 വായിച്ച് 1 പത്രോസ് 3:7. ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ എന്താണ്? ഈ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. വിവേകം വേണം, വിവേകം. പെണ്ണ് കെട്ടണമെങ്കിൽ എന്ത് വേണം? ബോധമുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ, അല്ലാത്തവൻ കെട്ടാൻ നിൽക്കരുത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അമ്മയും ഭാര്യയും രണ്ടും ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. അമ്മ പറയുന്നവരെ കേൾക്കാനാണ് പെണ്ണ് കെട്ടുന്നതെങ്കിൽ എൻ്റെ പൊന്ന് ചേട്ടാ പണിക്ക് നിൽക്കരുത്. ഒരിക്കലൊരു ഭാര്യ പറഞ്ഞു, അമ്മ പറയുന്നവരെയാണ് കേൾക്കുന്നത്, എങ്കിൽ പിന്നെ അമ്മയുടെ കൂടെ പോയി കിടന്നാൽ പോരെ, എന്തിന് പാവം രാത്രി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. പെണ്ണ് കെട്ടാൻ ഇച്ചിരി ബോധം വേണം. നമ്മളെല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിച്ചിട്ട് വേണം. പെണ്ണ് കെട്ടിയതിന് ശേഷമാണ് ചിലർക്ക് പട്ടിയോട് പ്രേമം, പട്ടീനെയും പൂച്ചേനെയും. ആ പാവപ്പെട്ട പെൺപിള്ളേനൊന്ന് സഹായിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം കൊടുക്കുക, കൈക്ക് ഇച്ചിരി വേദനയെന്ന് പറയുമ്പോൾ കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കാനോ പറ്റത്തില്ല. എന്നാൽ ഒരുമാതിരി വിളിഞ്ഞ് കിടക്കുന്ന പട്ടിയുടെ കാലും കൈയും തേച്ച് കുളിപ്പിച്ച് ബ്രഷും പെയിൻറ്റും ഇട്ട് ഇതിനിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. പെണ്ണ് കെട്ടിയ ബോധം വേണം. ആരുടെ കൂടെ ജീവിക്കാൻ? പെണ്ണിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ. അതിനാണ് എന്ത് ചെയ്യേണ്ടത്? അവരെന്ത് ചെയ്യണം? വായിച്ച് വിവേകത്തോടു കൂടി ജീവിക്കണം. എന്താണെന്നറിയാമോ? വായിച്ചോളണേ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുക. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. തുല്യ അവകാശിയാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കല്യാണം കഴിപ്പിക്കാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല, നിങ്ങൾ 1 ആണ്. നിങ്ങൾ 1 ആണെങ്കിൽ നാളെ ന്യായവിധിയിൽ നിങ്ങൾ 1 ആയി നിൽക്കും. അതാ പരിശുദ്ധ സഭ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സഹോദരനോട് ചോദിക്കും, മോനെ, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് ഒരു ദേവാലയത്തിൽ ഒരു പെണ്ണ് കടന്നു വന്നപ്പോൾ ഞാൻ നിൻ്റെ കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ച് തന്നതാടാ, എൻ്റെ മോളെന്തിയാടാന്ന് ചോദിക്കുമ്പോൾ എന്നാ പറയും? കർത്താവ് ചോദിക്കും. ഈ അടുത്തിടെ ഒരു പാർട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ 2 ലക്ഷം രൂപ ശ്രീധരൻ തരാമെന്ന് പറഞ്ഞാൽ അവൾ ബാക്കി തന്നിട്ടില്ല അച്ഛ എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല അച്ഛ എന്ന് പറഞ്ഞു. ആ പാവം പെണ്ണുമ്പോൾ അതിനൊന്നും കൊടുക്കാനില്ല. അത് പറയുകയാണ്, അച്ഛാ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് മതിയെന്നും പറഞ്ഞ് ചങ്ങലയാണെങ്കിൽ ഇട്ടിട്ട് കെട്ടാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ എന്നെ ചങ്ങലക്കിട്ട് പൂട്ടാനുള്ള പരിപാടിയും കൂടെ നടക്കുന്നത്. ഞാൻ ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണ് വിളിച്ചിട്ട് ചെറുക്കനോട് ഇരിപ്പുണ്ട്, നിനക്ക് എത്ര ലക്ഷം രൂപയാണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി അച്ഛാ, നിൻ്റെ പ്രശ്നം തീരുമെന്ന് ചോദിച്ചു. തീർന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം ചെയ്യാം, എൻ്റെ സ്ഥലം വിറ്റ പൈസ കുറച്ചിരിപ്പുണ്ട്, 10 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം. ഒറ്റ ഡിമാൻഡുള്ളൂ, ഇവക്കടെ വീട്ടിൽ പോയി നീ കിടക്കണം, 10 ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നെ വൃത്തികെട്ട പണിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ, വൃത്തി കെട്ടവനെ, ഇവൻ 2 ലക്ഷം രൂപയും തരണം, പിന്നെ നിൻ്റെ വീട്ടിൽ വന്ന് പൊറുക്കുകയും ചെയ്യണം. നിനക്ക് എന്നിട്ട് നിൻ്റെ ഭാര്യ വീട്ടിൽ പോകാൻ നേരത്ത് എനിക്ക് സമയം കിട്ടത്തില്ല,
ഭാര്യ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ല, അവിടെ പോയി കിടക്കുന്ന ഇഷ്ടമല്ല, അളിയനെ കാണുന്ന ഇഷ്ടമല്ല, അളിയൻ്റെ അമ്മയോട് മിണ്ടുന്ന ഇഷ്ടമല്ല, അമ്മായിയമ്മയോട് മിണ്ടുന്ന ഇഷ്ടമല്ല. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത്? കിട്ടിയതൊന്നും പോരാതാനും ജീവിത പങ്കാളി ചെയ്ത ആ മാന്യത വിലയും നീ ഒന്ന് മനസ്സിലാക്കണം. ആണുങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ കിട്ടിയ സ്ത്രീധനം തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ പോയി കിടക്കുമോ? ഇല്ല. എങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് എത്ര ലക്ഷം രൂപ തന്നാലും എത്ര കോടി തന്നാലും ശരി, നീ വേറൊരു വീട്ടിൽ പോയി കിടക്കൂല്ലെങ്കിൽ നിൻ്റെ ഭാര്യ, അവൾ ജനിച്ചെടുത്തുനിന്ന്, നിൻ്റെ ഭാര്യ വളർന്നെടുത്തുനിന്ന്, നിൻ്റെ ഭാര്യ ജീവിച്ചെടുത്തുനിന്ന് വേരടക്കം പറിച്ച് പൊക്കി നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി തന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറൊരു സ്ത്രീധനം നിനക്ക് വേണോ? അവളെ ബഹുമാനിക്കാൻ പഠിക്കണം, അവളെ ആദരിക്കാൻ പഠിക്കണം, അവളെ സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാം വിട്ട് നമ്മുടെ കൂടെ വന്നു കഴിയുമ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്തമാണ്. അമ്മയെ അവളും കൂടി അടികൂടട്ടെ, അതിൻ്റെ നടുക്ക് നിന്ന് തല പോകുമെന്ന് പറഞ്ഞ് മുങ്ങാൻ നിന്ന് കഴിഞ്ഞാണല്ലോ, നിൻ്റെ കാലെ പിടിച്ചിട്ട് നിന്നെയാണ് ആദ്യം മുക്കേണ്ടത്. ചോദിക്കണം എന്താ അതിൻ്റെ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, അമ്മയും പ്രാർത്ഥിക്കില്ല, നീയും പ്രാർത്ഥിക്കില്ല, നിൻ്റെ സഹോദരൻ പ്രാർത്ഥിക്കത്തില്ല. ബാബേൽ എന്നാണ് ആ കുടുംബത്തിൻ്റെ പേര്. എന്താ ബാബേൽ കുടുംബത്തിൻ്റെ പ്രത്യേകത? ഒരുവൻ പറയുന്നത് മറ്റൊരുവന് മനസ്സിലായില്ല, അവിടെ കലഹം എന്ന് പേരുണ്ടായി. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കുടുംബം വരട്ടെ. അപ്പോസ്തലന്മാർ ഒരു ഭാഷയിൽ പറഞ്ഞപ്പോൾ കേട്ടിരുന്നവർക്ക് മറ്റൊരു ഭാഷയിൽ അത് മനസ്സിലായി. ഇതൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകാനും, അമ്മായിമ്മ പറയുന്നത് മരുമകൾക്ക് മനസ്സിലാകാനും സാധിക്കണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. സ്ത്രീധനല്ല, ഡോക്ടറേറ്റ് അല്ല. അതുകൊണ്ട് ആ പെണ്ണ് കെട്ടാൻ നേരത്ത് ദൈവഭയമുള്ള ഒന്നിനെ നോക്കി കെട്ടണമെന്ന് പറഞ്ഞത്. ബൈബിൾ പരിശോധിച്ച് നോക്ക്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ നേരത്തും ചെറുക്കനെ കെട്ടാൻ നേരത്തും പറഞ്ഞൊരു വാക്യമുണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തോബിത്തിൻ്റെ പുസ്തകം വായിക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞവർ ആദിരാത്രി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ പറഞ്ഞ മെഗാ ഷോയല്ല ആദിരാത്രി എന്ന് പറയുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 8ഉം 9ഉം അധ്യായങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ കുടുംബജീവൻ നയിക്കേണ്ടത്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്. കർത്താവ് പറയുകയാണ്, നിൻ്റെ ജീവിത പങ്കാളിയെ നീ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ഇനി അടുത്ത വചനമാണ് അതിമനോഹരം. ഒന്ന് വായിച്ചു സഹോദരി. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഏതെങ്കിലും കെട്ടിയോമാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ദൈവാനുഭവമില്ല, ദൈവവിശ്വാസമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കുന്നില്ല. ജീവിത പങ്കാളിയെ ബഹുമാനിക്കുന്നവന് പ്രാർത്ഥിക്കാൻ സാധിക്കും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ട്രസ്റ്റി എന്നല്ല, സെക്രട്ടറി എന്നല്ല, ഏത് പൊസിഷനിലിരുന്നാലും, പുരോഹിതനായാലും ശരി. കാരണം സഭയിൽ കല്യാണം കഴിക്കാൻ പുരോഹിതന്മാർ വരെ അവകാശമുള്ളൂ, മെത്രാപ്പോലീത്തയ്ക്ക് അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പുരോഹിതനായാലും ശമാശനായാലും സഭയിലേക്ക് ഏത് വിളി നീ സ്വീകരിച്ചാലും ശരി, നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ആദരിക്കുന്നില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന പൂർണ്ണമല്ല, നിനക്കിട്ട് പ്രാർത്ഥിക്കാനും പറ്റില്ല.